സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിലൂടെ തൻ്റെ ഏകജാതൻ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വെളിപ്പെടുത്തിയ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഓരോരുത്തരും ധ്യാനിക്കുക. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ അവിടുന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് പിതാവായ ദൈവത്തെയും അവിടുത്തെ കരുണാപരമായ പ്രവർത്തനങ്ങളെയുമാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ കൃപയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് ധ്യാനിക്കാം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദിനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും തോട്ടത്തിലേക്ക് ചെല്ലുവേൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. തൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നും ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. വിശ്വാസിച്ച് സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മുടെ മുമ്പിൽ വായിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യം, കർത്താവ് ശരിക്കും ഇവിടെ നീതി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നീതിമാനാണ് കർത്താവ് എന്ന് പറയുമ്പോഴും ഇവിടെ ആദ്യം മുതൽ ജോലി ചെയ്തിരുന്ന ആളുകളോട് കർത്താവ് നീതി പുലർത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മനസ്സിൽ സംശയം സൃഷ്ടിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ വചനഭാഗത്തിലേക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ നീതിയേക്കാൾ ഉപരിയായി നമുക്ക് കാണുവാൻ സാധിക്കുക കർത്താവിൻ്റെ കരുണയാണ്. ദൈവം ആ പണിക്കാരോട് കാണിക്കുന്ന കരുണ. ഇവിടെ ആ വീട്ടുടമസ്ഥൻ്റെ സ്ഥാനത്ത് നമ്മൾ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ തവണയും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരിയേറെ പേർ അവിടെ അലസരായി നിൽക്കുന്നത് കാണുന്നുണ്ട്.
അവരെ സമീപിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ ആരും പണിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് അവർ വിഷമം അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ പണിക്കാരുമായിട്ട് അദ്ദേഹം ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുക, ഞാൻ നിങ്ങൾക്ക് ദിവസം ഒരു ദിനാർ വീതം വേതനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ആൾക്കാരെ അങ്ങോട്ട് അയക്കുക. പിന്നീട് വരുന്ന ഓരോ മണിക്കൂറിലും പുറത്തിറങ്ങുമ്പോൾ അവ മറ്റുള്ളവരോടും ന്യായമായ വേതനം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയക്കുക. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇതുപോലെ ഒത്തിരിയേറെ ആളുകളെ കണ്ടു. അവസാനം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോടും ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? അവരും ഒത്തിരിയേറെ വിഷമത്തോടു കൂടെ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, അവരോടും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവാൻ കൽപ്പിച്ചതിന് ശേഷം അവസാനം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു അനീതിയും അവർ പ്രവർത്തിക്കുന്നില്ല. തുടക്കക്കാരോട് പറഞ്ഞത് ഒരു ദിനാർ വേതനം നൽകാമെന്നാണ്. ആ പറഞ്ഞ വേതനം ഒരു കുറവ് പോലും വരുത്താതെ അവർക്ക് നൽകപ്പെടുകയുണ്ടായി. മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ ഒത്തിരിയേറെ ചിന്തിച്ചിട്ടുണ്ടാകും, ഇവർ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലിക്കനുസൃതമായി ഞാൻ അവർക്ക് കൂലി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ കുടുംബത്തെ പോറ്റുവാൻ അവർക്ക് സാധിക്കില്ല. ഒരു ദിനാറെങ്കിലും അവർക്ക് ചുരുക്കമുണ്ടായാൽ മാത്രമാണ് അവരുടെ ആ കുടുംബത്തെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിനർത്ഥം അവർ ഈ ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന കൂലി അവർക്ക് യാതൊരു തരത്തിലും ഫലം നൽകുന്ന ഒന്നായിരിക്കില്ല എന്നുള്ളതാണ്. തനിക്ക് നഷ്ടമാണ് വരാൻ പോകുന്നത് എന്ന് ആ വീട്ടുടമസ്ഥന് അറിയാമായിരുന്നു. 1 മണിക്കൂർ ജോലി ചെയ്തവന് ആ മണിക്കൂർ കണക്കാക്കി കൂലി കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവൻ്റെ കുടുംബത്തെ പോറ്റുവാൻ പോയിട്ട് അവൻ്റെ തന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ തികയില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് കാണുവാൻ സാധിക്കുക. അവർ ചെയ്ത ജോലിയുടെ സമയത്തിലേക്കല്ല നോക്കിയത്, മറിച്ച് ആ കുടുംബത്തിന് എന്താണ് ആവശ്യം, ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എന്ത് ഞാൻ അവന് കൊടുക്കണം, അതുമാത്രമാണ് ആ വീട്ടുടമസ്ഥൻ ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ദൈവം അതുപോലെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് അനുസൃതമായി നമുക്ക് ജോലി ലഭിക്കുകയാണ് അല്ലെങ്കിൽ വേതനം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ജീവന് പോലും അവകാശമുണ്ടായിരിക്കില്ല. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം കണ്ടാൽ മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും? കർത്താവ് വലിയ കരുണ കാണിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ നമുക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി പോകുവാൻ പോലും സാധിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിരന്തരം കരുണ കാണിക്കുന്നത് കൊണ്ടല്ലേ കർത്താവിൻ്റെ സന്നിധി അല്പസമയമെങ്കിലും പോയി ഇരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും അതിന് പോലും സാധിക്കാതെ ദൈവത്തിൽ നിന്ന് നിരന്തരം അകന്നു കഴിയുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ ഒരുപക്ഷേ ആ ജോലി ചെയ്ത ആളുകളെ പോലെ ചിന്തിക്കുന്നവരായിരിക്കും. ഞങ്ങൾ വർഷങ്ങളായിട്ട് ദൈവവിശ്വാസമുള്ളവരാണ്, പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു വർഷമായേ ഉള്ളൂ അവൻ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ ലഭിക്കുന്നത് എന്നതായിരിക്കും. പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവർ, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ വലിയ ദാനമാണെന്ന് തിരിച്ചറിയുക. അർഹത കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതല്ല, മറിച്ച് അവിടുന്ന് കരുണാപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിച്ചതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ നന്ദി പറയുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, എവിടെയോ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്.
ഇവിടെ ആ വീട്ടുടമസ്ഥൻ്റെ മനോഭാവം എന്തായിരുന്നു? അവർ ചെയ്ത വേലയ്ക്ക് അനുസൃതമായിട്ടാണ് അവർക്ക് കൂലി കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും അവർ ആ യജമാനെ അഭിനന്ദിക്കുന്ന തരത്തിലേക്ക് അവർ പോകില്ല. അവരുടെ മനസ്സിലെപ്പോഴും അതൊരു കരടായിട്ട് നിൽക്കും. എന്നാലും ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലല്ലോ. 11-ാം മണിക്കൂറിൽ പുറത്തേക്ക് ഇറങ്ങിയ വേളയിൽ പോലും എന്താണ് നിങ്ങൾ അലസരായി ഇങ്ങനെ നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. 11-ാം മണിക്കൂറിലും അവർ അതുപോലെ ഇനിയും തങ്ങളെ ജോലിക്കെടുക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരുടെ മനസ്സ് തളർന്നു പോകാതെ ഈ അവസാന നിമിഷമെങ്കിലും ഒരു ഹോപ്പുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനസ്സായിരുന്നില്ലേ ആ 11-ാം മണിക്കൂറിൽ നിൽക്കുന്ന ആളുകൾക്ക്? അല്ലെങ്കിൽ ഉച്ചസമയമാകുമ്പോഴേക്കും ഇനി നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഇന്നേ ദിവസം ഞങ്ങളുടെ വിധി ഇതാണ്, പട്ടിണിയോടുകൂടെ ഞങ്ങൾ ഇന്ന് ജീവിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശയിലേക്ക് പോകാമായിരുന്നു അവർക്ക്. മറിച്ച് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. 11-ാം മണിക്കൂറിലും അവരുടെ പ്രതീക്ഷ അവർ കളയുവാൻ തയ്യാറായില്ല. ഈ മണിക്കൂറിലെങ്കിലും ആരെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചാലോ? ഒത്തിരിയേറെ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നപ്പോൾ അവരുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ ഇതാ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ അലസനായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വർക്ക് ചെയ്യാമെന്ന്. പ്രിയമുള്ളവരെ, അവിടെ ആ കൃഷിക്കാരുടെ മനസ്സിലും പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. ഈ 11-ാം മണിക്കൂറിലും നിരാശരാകാതെ അവർ കാത്തുനിന്നല്ലോ എന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ നമുക്ക് കാത്തിരിക്കുവാൻ സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാറുണ്ട്. ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാം നഷ്ടമാകും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് മുമ്പിൽ പരാതി പറയുമ്പോഴും അവസാന മണിക്കൂർ വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരു ദിവസം മുമ്പേ തന്നെ നമ്മൾ പരാതി പറയുവാൻ തുടങ്ങും. അതേസമയം ഇനിയും അവസാന നിമിഷം വരെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ നിൽക്കുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും മനോഭാവങ്ങളെ വിലയിരുത്തുക. എൻ്റെ ജീവിതത്തിലാണ് ഇതുപോലെ ഒരു അവസ്ഥയുണ്ടാകുന്നതെങ്കിൽ ഞാൻ എപ്രകാരമായിരിക്കും പ്രതികരിക്കുക? അവസാന മണിക്കൂർ വരെ ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അവസാന മണിക്കൂറിലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അതോ കർത്താവിനെ പരാതി പറഞ്ഞുകൊണ്ട്, കർത്താവിനെതിരെ സംസാരിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുമോ നാം ഓരോരുത്തരും? നമ്മളെ തന്നെ വിലയിരുത്താം. നമ്മുടെ മനോഭാവങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവസാന നിമിഷം വരെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ, ഒരിക്കലും നിരാശയിൽ അടിമപ്പെട്ടു പോകാതെ എപ്പോഴും പ്രത്യാശയോടെ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി അവസരമൊരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാനെ നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. യോഗ്യതയില്ലെങ്കിലും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നിരന്തരം അവിടുത്തെ കരുണ വർഷിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇനിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അങ്ങ് പ്രവർത്തിക്കണമേ. ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നും അങ്ങയുടെ നല്ല മകനും മക്കളുമായി ജീവിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.